ഞാൻ ഓർക്കുന്നു, വടകര ടൗണിലൂടെ നടന്നു വരുമ്പോ ഹോട്ടലിന്റെ പിൻഭാഗത്ത് കൊണ്ടുപോയി എറിഞ്ഞ ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ ഒട്ടിപ്പിടിച്ച ഇലകൾ, ആ ഇലകളിൽ നിന്ന് കാക്കയും നായയും ഭക്ഷണം കഴിക്കുമ്പോ ഒരു മനുഷ്യൻ ഓടി വന്ന് ഒരു ഇലയെടുത്ത് നിലത്ത് വിരിച്ചു. മറ്റുള്ള ഇലകളിൽ ഒട്ടിപ്പിടിച്ച ഭക്ഷണം കൈകൊണ്ട് തുടച്ചെടുത്തൊരലയിൽ സമാഹരിച്ച് അദ്ദേഹം അത് വാരി തിന്നുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് എന്റെ ചെറുപ്പത്തിൽ കണ്ടു. ചോദിക്കട്ടെ മുസ്ലിമീങ്ങളെ, അല്ലാഹു ജല്ല ജലാലുഹു നമുക്ക് എത്ര അഭിമാനത്തോടെയാ ഭക്ഷണം തന്നത്. നമുക്കുണ്ടോ റബ്ബ് വല്ല വിഷമവും തന്നിരിക്കുന്നു, എന്തെങ്കിലും പ്രയാസം തന്നിരിക്കുന്നു? ഇങ്ങനെ ജീവിക്കുന്നവരും ലോകത്തുണ്ട്. എന്നാൽ അഭിമാനത്തോടെ സന്തോഷത്തോടെ വളരെ വൃത്തിയുള്ള ഭക്ഷണം തന്ന റബ്ബ്, അതുപോലെ എല്ലാ അവയവങ്ങളും തന്ന റബ്ബ്, ആരോഗ്യം തന്ന റബ്ബ്, എല്ലാ നിയമത്തും ചൊരിച്ചു തന്ന റബ്ബ്, ആ റബ്ബിനെ സ്തുതിക്കേണ്ടതില്ലേ? അവനെ പുകഴ്ത്തേണ്ടതില്ലേ? അതല്ലേ അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി തംലഉൽ മീസാൻ. മനുഷ്യന്റെ നന്മ തൂക്കുന്ന ത്രാസിൽ നിറക്കുന്ന ദിക്റാണ് അൽഹംദുലില്ലാഹ്. ധാരാളം ചൊല്ലേണ്ട ദിക്ർ. അതാണ് റബ്ബ് പറയുന്നു, അത്തായിബൂനൽ ആബിദൂനൽ ഹാമിദൂൻ. തൗബ ചെയ്യുന്നവർ, അല്ലാഹുവിനെ ഇബാദത്ത് എടുക്കുന്നവർ, അല്ലാഹുവിനെ സ്തുതിച്ചു കൊണ്ടിരിക്കുന്നവർ. ഞാൻ കുട്ടിക്കാലത്ത് കക്കിടിപ്പുറം അബൂബക്കർ മുസ്ലിയാർ നവറല്ലാഹു മർക്കദഹു തങ്ങളെ കാണാൻ ദലായിലുൽ ഖൈറാത്തു സലാത്തിന്റെ ഇജാസത്ത് തരാൻ വേണ്ടി ഞാൻ ആവശ്യപ്പെട്ടു. മഹാനവറുകളെ കണ്ട സമയത്തൊക്കെയും കണ്ട കാഴ്ച അൽഹംദുലില്ലാഹ് 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 അൽഹംദുലില്ലാഹ്. ആവർത്തിച്ച് അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു ആ നാവിലൂടെ. അല്ലാഹുവേ, അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നന്നാക്കി തരണം റഹ്മാനേ. അല്ലാഹുവിൽ തന്നെ മനസ്സിലേക്ക് അല്ലാഹുവിന്റെ ദിക്ർ കൊണ്ട് ജോലിയായി അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന മഹാന്മാർ, അത്തായിബൂനൽ ആബിദൂനൽ ഹാമിദൂൻ. എപ്പോഴും അല്ലാഹുവിനെ സ്തുതിക്കുന്നവരാകണം, അല്ലാഹു ചെയ്ത നിഅമത്തുകൾ എടുത്തു പറയുന്നവരാകണം. ഒരിക്കലും അല്ലാഹു തന്ന മുസീബത്തുകൾ പറഞ്ഞു നടക്കരുത്. അല്ലാഹുവിലേക്ക് മനസ്സ് തിരിഞ്ഞാൽ അല്ലാഹു തന്ന മുസീബത്തുകൾ എടുത്തു പറയരുത്, അത് മൂടി വെക്കണം. നിങ്ങൾ കണ്ടില്ലേ, ഒരു ഭർത്താവിനെ സ്നേഹിക്കുന്ന ഭാര്യ ഭർത്താവിനോട് നെഞ്ഞത്ത് കയ്യിന്റെ മുട്ടുകൊണ്ട് കുത്തിപ്പോയി. അല്ല, കുത്തിപ്പോയോ? വേദനിച്ചു. ഉടനെ അവൾ ഇല്ല, വേദനയില്ല, നല്ലോണം വേദനയായിരിക്കുന്നു, പക്ഷേ അത് പുറത്തു പറയുന്നില്ല. ഭർത്താവിനോടുള്ള സ്നേഹമാണ്, ബഹുമാനമാണ്. പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ ഷൂ ധരിച്ച ഉസ്താദിന്റെ ഷൂ കൊണ്ട് ശിഷ്യന്റെ കാലും വെച്ച് ചവിട്ടിപ്പോയി. നല്ലോണം വേദനയായി. മോനെ ചവിട്ടിപ്പോയോ? ഇല്ല. അല്ല, വേദനയോ? ഇല്ല ഉസ്താദ്, ഇല്ല ഇല്ല. നല്ലോണം വേദനയായിരിക്കുന്നു. ഉസ്താദ് കാണാതെ ബിൽഡിങ്ങിന്റെ അപ്പുറത്ത് പോയിട്ട് ബാത്റൂമിന്റെ അടുത്ത് പോയിട്ട് കാലിങ്ങനെ ഒഴിയാൻ. ഉസ്താദിനോടുള്ള സ്നേഹമാണ്, ബഹുമാനമാണ്. അപ്പൊ സ്നേഹിക്കപ്പെടുമ്പോൾ, ബഹുമാനിക്കപ്പെടുമ്പോൾ, ആ ബഹുമാനിക്കുന്നവരിൽ നിന്ന്, സ്നേഹിക്കുന്നവരിൽ നിന്ന് നമുക്ക് വേദനയുണ്ടാകുന്ന, വിഷമമുണ്ടാകുന്ന വിഷയം വന്നാൽ അത് പ്രകടിപ്പിക്കൂല, സ്നേഹമാണ്. വല്ലദീന ആമനൂ അസദ്ദു ഹുബ്ബൻ ലില്ലാഹ്. ഈമാനുള്ള മനുഷ്യന്റെ സ്നേഹം ഏറ്റവും കൂടുതൽ അല്ലാഹുവിനോടാണ്. അതുകൊണ്ട് അല്ലാഹുവിങ്കൽ നിന്ന് കിട്ടുന്ന ഉണ്ടാകുന്ന മുസീബത്തുകൾ
അത് പറഞ്ഞു നടക്കൂല. അല്ല ചെയ്ത നിഅമത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മൾ പലരും നേരെ തല തിരിച്ച അല്ല ചെയ്ത നിഅമത്ത് പറയൂല, അള്ളാഹു ചെയ്ത നിഅമത്ത് പറയൂല, അത് മൂടി വെക്കും. ഉദാഹരണത്തിന് ഒരാള് ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ കല്യാണത്തിന് ഒരു പവന് തരണം എന്ന് ഒരു മുതലാളിനോട് പോയി പറയുമ്പോ, എല്ലാ മുതലാളിമാരും ഒരുപോലെയല്ലോ. അയാൾ ഉടനെ തന്നെ, ഉസ്താദേ ഇപ്പൊ സാമ്പത്തിക മാന്യാണ്, കച്ചവടമൊന്നും തീരെ ഇല്ല, ദുബായിലൊക്കെ വളരെ പോക്കാം. സുബ്ഹാനല്ലാഹ്, ഇയാൾ വന്നത് 4 വിസയും കൊണ്ടാ. ഇത്ര പോക്കാണെ പിന്നെ ഇതിനാ 4 വിസയും കൊണ്ടുവന്ന ഇയാള്. പിന്നെ ഇയാളെ വിഷമങ്ങൾ ഇങ്ങനെ പറയാൻ. കച്ചവടം മുമ്പൊക്കെ ഉള്ള കച്ചവടം ഒന്നും ഇപ്പൊ ഇല്ല. എന്നാ മുമ്പ് എപ്പോഴെങ്കിലും ചെന്നപ്പോ ഇപ്പൊ നല്ല കച്ചവടം ഉണ്ട് എന്ന് മുമ്പ് പറഞ്ഞിരുന്നോ? അത് പറഞ്ഞിട്ടില്ല. നിഅമത്ത് പറയൂല, പ്രശ്നം ഇങ്ങനെ പറയും.